പറയാതെ അറിഞ്ഞ പ്രണയം. രചന സജീഷ് കോമ്പിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൻ പോക്കറ്റിലുണ്ടായിരുന്ന ഫോണും പേഴ്സും എടുത്ത് കോർട്ടിന്റെ ഒരു സൈഡിലേക്ക് വെച്ചു. അവനൊന്ന് നിന്ന ശേഷം പോക്കറ്റിലെ ഒരു രൂപ കയ്യിലെടുത്ത് അവളുടെ മുന്നിൽ നിന്നു. അവൻ പുച്ഛത്തിലൊന്ന് ചിരിച്ചു. നിന്റെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാടി എന്ന് മനസ്സിൽ പറഞ്ഞ് ടോസിട്ടു. ഏത് വേണം പറ, അവൾ പറഞ്ഞു. താനല്ലേ എന്നേക്കാൾ സീനിയർ, അപ്പൊ ഹെഡ് താനെടുക്ക്, ടൈൽ മതി എനിക്ക്. കൈ തുറന്നപ്പോൾ ടൈൽ. അവൾ അത്യധികം ആഹ്ലാദിച്ചു. കളി തുടങ്ങി. ആദ്യത്തെ ആ എനർജി കൊണ്ടും അതിന്റെ പുറമെ ടൈൽ കിട്ടിയ ആഹ്ലാദത്തിലും അവൾ നന്നായി കളിച്ചു. ദീപേഷിനെ വെട്ടിച്ചു തിരിഞ്ഞ് ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇട്ടു. ബോൾ ബാസ്ക്കറ്റിലൂടെ ഒഴുകിയിറങ്ങി. ലോകം പിടിച്ചെടുത്തപ്പോഴുള്ള സന്തോഷത്തിൽ അവൾ അവിടെ നിന്ന് ചാടി. അത് ദീപേഷിനെ ദേഷ്യം പിടിപ്പിച്ചു. കേവലം ഒരു നത്തോലിപ്പെണ്ണിന്റെ മുന്നിൽ തോൽക്കുന്ന ഓർത്തപ്പോൾ തന്നെ അവൻ നാണക്കേട് കൊണ്ട് പുളഞ്ഞു. ഡീ, നീ അധികം ആളാവണ്ട, ഇതാദ്യത്തെ ചാൻസാ, നീ ജയിച്ചതല്ല. പെട്ടെന്ന് അവളുടെ ചിരി നിന്നു. ബാക്കി കളിയിലേക്ക് കടന്നു. അടുത്ത 3 കളിയിലും ദീപേഷ് ബോൾ ബാസ്ക്കറ്റിലിട്ടു. തടയാൻ ശ്രമിച്ച നന്ദനയ്ക്ക് അതിന് സാധിച്ചില്ല. സ്കോർ 1-3. ഞാൻ തോറ്റു തന്നെ. മറ്റെന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. അവൾ ആലോചിച്ച് നിന്നു. അവൻ അവളുടെ തലക്കിട്ട് ഒരു കിഴി കൊടുത്തിട്ട് പറഞ്ഞു, അമ്മച്ചി ഏത് ലോകത്താണാവോ? കളിക്കുവാണെങ്കിൽ ശ്രദ്ധ കളിയിലായിരിക്കണം, കണ്ടവന്മാരെ ആലോചിച്ച് നിൽക്കല്ലേ. ആ പറഞ്ഞത് നന്ദനെയും ദേഷ്യം പിടിപ്പിച്ചു. തെല്ലൊന്ന് വിഷമിച്ചെങ്കിലും തനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് അവൾ ഉറപ്പിച്ചു. ബോൾ ബാസ്ക്കറ്റിലേക്ക് ഇടാൻ പോയി അവളുടെ മുന്നിൽ ദീപേഷ് ഡിഫൻസ് നിന്നു. അവൾ അപ്പോൾ പുറകോട്ട് വീഴാൻ പോകുമ്പോൾ ആക്ഷൻ കാണിച്ചു. വഴുക്കിലുണ്ടായതിനാൽ അവൾ വീഴുന്നതാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അവളെ പിടിക്കാൻ മുന്നോട്ട് നീങ്ങിയതും അവന്റെ ഡിഫൻസിനെ മറികടന്ന് അവൾ ബാസ്ക്കറ്റിൽ ബോളിട്ടു. കണ്ണുമിഴിച്ച് ദീപേഷ് നിന്നു. അടുത്ത ചാൻസിൽ ബോളിടാൻ ചാടി അവന്റെ കയ്യിൽ തട്ടി ബോളിന്റെ ദിശ തെറ്റിച്ചു നന്ദന. സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവൾ ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തി. സ്വന്തം കഴിവിൽ അന്ന് ആദ്യമായി അവൾ അഭിമാനിച്ചു. വാശിയിൽ കളിച്ചു. അടുത്ത ബോളിൽ ദീപേഷ് വിജയം കൈവരിച്ചു. കഴിവിനപ്പുറം തന്ത്രം ഉപയോഗിച്ചേ പറ്റൂ. അവൾ ബോളിടാൻ ട്രിബിൾ ചെയ്ത് ചെന്നപ്പോൾ ദീപേഷ് വീണ്ടും ഡിഫെൻഡ് ചെയ്തു. അവൾ പെട്ടെന്ന് അവന്റെ പുറകിലേക്ക് നോക്കി പറഞ്ഞു, ഹാ, ആരേത്? ആരാണെന്ന് നോക്കാൻ തിരിഞ്ഞ ദീപേഷ് ചമ്മി. അവിടെ ആരുമില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദനയിട്ട ബോൾ ബാസ്ക്കറ്റിൽ വീഴുന്ന കണ്ടു. അവൻ തലയിൽ കൈവച്ചു. വിജയ് ചിരിയോടെ അവൾ തന്നെ ആക്കി നോക്കുന്നു അവൻ കണ്ടു. ഇവൾ ആള് ചില്ലറക്കാരില്ലെന്ന് നേരത്തെ അറിയാമെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചിന്താമൂകനായി ദീപേഷ് നിൽക്കുന്ന കണ്ട് നന്ദന ആ ചാൻസ് ഉപയോഗിച്ച് കയറി ഗോളടിച്ചു. ഇപ്പോൾ സ്കോർ 5-4. അവളുടെ ചടുല നീക്കങ്ങളിൽ മണ്ടത്തരം പറ്റില്ലെന്ന് ദീപേഷ് വിചാരിച്ചു. ഒപ്പം നന്ദനയോട് നല്ല ദേഷ്യം വന്നു. ഒരു ബോളും കൂടി ബാസ്ക്കറ്റിൽ വീണാൽ അവൾ ജയിക്കുമെന്നത് അവനെ ചൊടിപ്പിച്ചു. കളിപ്പ് മോഡ് ഓണാക്കി ദീപേഷ് അവന്റെ ടീഷർട്ടിന്റെ കൈ അല്പം മുകളിലേക്ക് കയറ്റി സ്ലീവ്ലെസ് ആക്കി വീണ്ടും കളി തുടർന്നു. ശ്രദ്ധയോടെ. ഇത്തവണ അവൾ എന്തൊക്കെ ചെയ്താലും ഡിഫൻഡിൽ അവൾ തകർക്കണം. അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഇത്തവണ ഒരു ഐഡിയയും ഏൽക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ട്രിക്കുകളൊന്നും പ്രയോഗിക്കാതെ സാധാരണ പോലെ ബോൾ ട്രിപ്പിൾ ചെയ്ത് അവൾ അവനെ മുന്നിലേക്ക് അടുത്തു. അവൻ അവളെ രൂക്ഷമായി നോക്കി ഡിഫൻസ് ചെയ്ത് നിന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് അവളെ തൊട്ടില്ലെന്ന രീതിയിൽ നിന്നു. അവനെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ ബാസ്ക്കറ്റിൽ ബോളിടാനായി അവൾ ആ നിന്നിടത്തുനിന്ന് ഉയർന്ന് മുകളിലേക്ക് ചാടി. അവളെ ഏത് വിധനെയും തോൽപ്പിക്കണമെന്ന് വിചാരിച്ച ദീപേഷ് ആ ഏറ് തടയാനായി മുകളിലേക്ക് നോക്കിയതും ഒന്ന് സ്തംഭിച്ചു നിന്നു. അവൾ ചാടിയപ്പോൾ അവൾ ഇട്ടിരുന്ന ചുമന്ന ബനിയൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. അതിലൂടെ അവൻ അവളുടെ വെളുത്തി ചെറിയ ചെമ്മൻ രോമങ്ങളോട് കൂടിയ ഒതുങ്ങിയ വയർ കണ്ടു. നോട്ടം മാറ്റാതെ അനങ്ങാനാവാതെ കുറച്ച് സമയം നിന്നു. ദീപേഷ് കറുത്തിട്ടായതിനാലും ബനിയന്റെ നിറം ചുവപ്പ് ആയതിനാലും ആവണം വെളുപ്പിന് അഴക് കൂടി വന്ന പോലെ അവന് തോന്നി. വലിയൊരു ആഹ്ലാദത്തിമിർപ്പിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. ഞാൻ ജയിച്ചേ അവൾ പറഞ്ഞു. നിലത്തൊന്നുമല്ല കക്ഷി. അവളുടെ ചിരി അവനൊരു നുറുങ്ങ് സന്തോഷമുണ്ടാക്കിയെങ്കിലും ഇവളെ പോലൊരു പെണ്ണിന് മുമ്പിൽ താൻ തോറ്റല്ലോ എന്നോർത്ത് അവന് ദേഷ്യം വന്നു. അവന്റെ മുഖമൊക്കെ ചുമന്നു. അവളെ അവൻ രൂക്ഷമായി നോക്കി. ഒരു മോഹൻലാൽ സ്റ്റൈലിൽ നടന്നു വന്ന് അവൾ അവനോട് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ വഴി, നീ പോ മോനെ ദിനേശ. അവളുടെ ചിരി അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. നന്ദനെ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇവനിത് എന്തിനുള്ള പരിപാടിയാണാവോ? കൈ വിടുവിക്കാൻ അവൾ ശ്രമിച്ചപ്പോഴൊക്കെ അവന്റെ കൈ അവളുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകിയിരുന്നു. ഇല്ലടി, ഞാൻ പറഞ്ഞതാ. ഇനി ഞാൻ നിന്നെ ശാസിക്കാൻ വരില്ല. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. എവിടെയാണെന്ന് വെച്ചാ പോ, എന്ത് വേണമെങ്കിലും ചെയ്യ്. ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാ ഈ അവകാശം. തന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ തന്റെ ഔദാര്യമായിട്ട് കിട്ടിയതാണെന്ന്. നന്ദനയും വിട്ടുകൊടുത്തില്ല. അവൾ അവന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് തിരിച്ചു നടന്നു. ഒന്നാമതേ കലിപ്പ, ഇപ്പൊ കട്ട കലിപ്പാണല്ലോ. അവനൊന്ന് ആലോചിച്ചു. എന്തു പറഞ്ഞാലും ഈ പെണ്ണ് അതുപോലെ തിരിച്ചും പറയും. ഇവളുടെ വാടപ്പിക്കണല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തോറ്റതുപോയി എല്ലാവരോടും പറയും. കുറച്ചൊന്ന് ആലോചിച്ച ശേഷം ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു.
തന്നോട് അടുപ്പിച്ചു വെച്ച് മുഖം അവളുടെ ചെവിയോട് അടുപ്പിച്ച് പറഞ്ഞു, മോളെ നിനക്ക് ഫെയർ കുറവാണേലും വയറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടാ. നല്ല ഷേപ്പും നിറമൊക്കെ ഉണ്ടല്ലോ. വലത്തെ സൈഡിൽ ആ കാക്കാപുളിയാ ചേട്ടന് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. തെല്ലൊന്ന് ഞെട്ടിക്കൊണ്ട് ആദ്യോട് അവൾ അവനെ നോക്കി. അപ്പോഴേക്കും അവളുടെ മുഖമൊക്കെ വിയർത്ത് ചുമന്നിരുന്നു. ഒരു വെപ്രാളമൊക്കെ അവളുടെ മുഖത്ത് തെളിഞ്ഞു വന്ന് കണ്ടപ്പോൾ കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് മനസ്സിലായി. അവൻ അടക്കി പിടിച്ച ചിരിയോടെ അവളുടെ കയ്യിൽ പിടിവിട്ടിട്ട് കോർട്ടിന്റെ സൈഡിൽ വെച്ച പേഴ്സും ഫോണും എടുത്ത് നടന്നീങ്ങി. അവൻ നടന്നകലെന്ന് നോക്കി അർദ്ധബോധത്തിൽ അവൾ കുറച്ചുനേരം നിന്നു. പുറകിൽ ആരോവും തട്ടിയപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. അരുണിമയായിരുന്നത്. അവർ ഇരുവരും അവിടെ ഇരുന്നു. നന്ദനയുടെ അമ്പരപ്പ് കണ്ട് കാര്യം തിരക്കി അരുണിയോട് നന്ദന എല്ലാം പറഞ്ഞു. ആ കാലമാടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഇനി ആശ്വസിക്കാം മോളെ, അരുണി പറഞ്ഞു. അവൾ പറഞ്ഞു തീർന്നിട്ടും ഒന്നും മിണ്ടാതിരുന്ന നന്ദനയോട് വീണ്ടും അരുണി പറഞ്ഞു, അല്ല എന്താണ് മോളെ, ആ ആശ്വാസം വേണ്ടാന്ന് വെക്കണ്ട എന്ന് തോന്നിയോ? എന്താ? അരുണിമ അവളെ കളിയാക്കി ചിരിച്ചു. ഒന്ന് പോടി, രക്ഷപ്പെട്ടു, അതൊരു ആശ്വാസം. ബട്ട് എൻ്റെ ചിലതൊക്കെ കണ്ടതുകൊണ്ട് അവനെ ഞാൻ എങ്ങനെ ഇനി ഫേസ് ചെയ്യാമെന്ന് ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. എന്തായാലും സംഭവിച്ചെന്നും നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട കേട്ടോ. ഏയ് ഒന്ന് പോടി, നീ അതിനെ ഇനി അവനെ മൈൻഡ് ചെയ്യേണ്ടെന്നേ. ഇനി നമുക്ക് നമ്മുടെ ലോകം. അരുണിയുടെ വാക്കുകൾ നന്ദനെ ശരിവെച്ചു. ദീപേഷിനോട് ദേഷ്യം അവൾക്ക് തോന്നി. അല്ല അരുണിമേ, നിന്റെ ഛർദിയൊക്കെ മാറിയോ? ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ആ മാറി. നിന്റെ ആ കാരമണം പറഞ്ഞാൽ സംഭവം തോന്നുന്നു. ഇന്നലെ ഉറങ്ങാത്തിൻ്റെയും നല്ല ഫുഡ് കഴിക്കാത്തിൻ്റെയാ. വാ റൂമിൽ പോവാം. എൻ്റെ കാലമാടണോ? ആ കരിവണ്ടിനെ എൻ്റെന്ന് നീ പറയല്ലേ. പിന്നെ കരിവണ്ടൊക്കെ ആണെങ്കിലും പുള്ളി നല്ല ഗ്ലാമറാ. ആ താടി മീശയെ കണ്ട വീഴാത്ത പെമ്പിള്ളേരുണ്ടോ? ഓഹ് നീ അവൻ്റെ ഫാനായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെറുതെ പറഞ്ഞാടി പോത്തേ. വീണ്ടും എന്തോ ആലോചിച്ച് നന്ദന പറഞ്ഞു. അല്ല അരുണി, എന്തെങ്കിലുമൊക്കെ കളികളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പറയോ? അവൻ വെറും വൃത്തിയേട്ടവനാ. മറ്റുള്ളവരുടെ മുന്നിൽ മാത്രം നല്ലവനായിട്ട് അഭിനയിക്കുന്ന കാലമാടൻ, വൃത്തിയേട്ടവൻ, മരപ്പട്ടി. അവനെ ഒറ്റയ്ക്ക് കൈ കിട്ടിയാൽ ഞാൻ മാന്തി കയറി കാലമാടൻ്റെ ചോരയെടുത്ത് നെറ്റിൽ കുറി വരയ്ക്കും. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചു. അതേ ചിരിയോടെ അവർ അവിടെ നിന്ന് എണീറ്റ് റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും പുറകിൽ ഇരു കൈയും പിണച്ചു കിട്ടി അതാ നിൽക്കുന്ന ദീപേഷ്. രണ്ടാളുടെയും ചിരി മങ്ങി. ദീപേഷിന്റെ കോപം ഇരിച്ചു കത്തുന്ന മുഖം കണ്ട് രണ്ടും പേടിച്ച് അവനെ നോക്കാതെ മുഖം താഴ്ത്തി പിടിച്ചു. അരുണി അവളോടായി പറഞ്ഞു, മോളെ മൊത്തം കേട്ടു എന്നാ തോന്നണേ. ഇപ്പം കിട്ടും അടുത്തത്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനെ അവനെ പേടിക്കുന്നതെന്ന് വിചാരിച്ച് താഴേക്ക് താഴ്ത്തിയ മുഖമുയർത്തി ദീപേഷിന്റെ മുഖത്തേക്ക് നോക്കി എന്തേന്ന ഭാവത്തോടെ നിന്നു. അവൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അവൻ തെല്ലൊന്ന് അമ്പരന്നു. എങ്കിലും മുഖത്ത് ദേഷ്യം അങ്ങനെ തന്നെ വെച്ച് അവളുടെ അടുത്തേക്ക് നിന്ന് ഒരു വിരലിന്റെ അകത്തിൽ മുഖം വെച്ച് ചോദിച്ചു, എന്താടി ഇപ്പൊ പറഞ്ഞ്? നിന്റെ മറ്റവനാടി നീ ആ പറഞ്ഞതൊക്കെ. മേലാലി നിന്റെ വായിന്ന് അങ്ങനെ കേട്ടാ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ഈ പ്രാവശ്യം ക്ഷമിക്കുക. നിനക്കൊരു ബഹുമാനമില്ല. ബഹുമാനിക്കുന്നവരെയും കൂടി ഇല്ലാതാക്കുന്ന അസത്ത് നിന്റെ മറ്റവളോടാ പട്ടി എന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും ഒരു ധൈര്യക്കുറവുകൊണ്ട് പറഞ്ഞില്ല. മല പോലെ വന്നത് എലി പോലെ പോയല്ലോ എന്നോർത്ത് ആശ്വസിച്ചു. അവൾ അരുണിമയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ദീപേഷ് പുറകിൽ നിന്നും കൈകൊട്ടി. എന്താണെന്നറിയില്ലെന്ന അർത്ഥത്തിൽ അരുണിയും നന്ദുവും തിരിഞ്ഞുനോക്കി. അവൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ രണ്ടിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. സാറിപ്പോൾ വിളിച്ചിരുന്നു. അരുണിമക്ക് സുഖമെങ്കിൽ ഫുഡ് കഴിച്ച് ടാക്സി പിടിച്ച് മ്യൂസിയത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതിന് മറുപടി കൊടുത്ത നന്ദുവായിരുന്നു. താനിനി എന്നെ നിയന്ത്രിക്കാൻ വരില്ലെന്ന് പറഞ്ഞല്ലേ, വീണ്ടും എന്തിനാ വരുന്നത്? ഒന്ന് പോകാമോ? ഒരു ചേട്ടൻ വന്നിരിക്കണു. ദീപുവിന് ദേഷ്യം വന്നു. നീ വരണ്ട, നിന്നെ ഞാൻ നോക്കുന്നില്ല. സുഖമില്ലാത്തതുകൊണ്ട് ഈ കുട്ടിയെ സാർ എന്നെ ഏൽപ്പിച്ചു പോയതിനാൽ ഇവളെ നോക്കേണ്ട കടമ എനിക്കുണ്ട്. സോ ഞാൻ അവളെ കൊണ്ട് പോവാ. അതും പറഞ്ഞ് ദീപേഷ് അരുണിമയുടെ കൈ പിടിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. അയ്യോ പണിയായല്ലോ, ഇനി എന്തു ചെയ്യും? നന്ദന മനസ്സിൽ പറഞ്ഞ് അരുണിമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളുടെ മറ്റേ കൈയിൽ പിടിച്ചുകൊണ്ട് ദീപേഷിനോട് പറഞ്ഞു, അതെ മോനെ, ഇവളെ നോക്കാനാ എന്നെ ഇവിടെ ഇരുത്തിയേ. അതുകൊണ്ട് ഇവളെ എവിടെ പോയാലും ഞാനും കൂടെ പോകും. അത് ഞാൻ കടമയും. അവനെ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് അവൾ അരുണിമയുടെ കൂടെ മുന്നോട്ട് നടന്നു. നന്ദന പറഞ്ഞു കേട്ട് ദീപേഷിന് ചിരി വന്നു. അവരുടെ പുറകെ അവന് റെസ്റ്റോറൻറ്റിലെത്തി. എല്ലാവരും വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിഗംഭീരമായ ഭക്ഷണത്തിന് ശേഷം ബില്ല് കൊണ്ടുവന്ന ആളോട് അരുണിമയെ ചൂണ്ടി ദീപേഷ് പറഞ്ഞു, അതെ എൻ്റെ ഈ കുട്ടിയുടെയും ബില്ല് ഒരുമിച്ച് തന്നേക്ക്. ആ കുട്ടിയുടെ സെപ്പറേറ്റ് ബില്ല് കൊടുത്തോളൂ. നന്ദന ഞെട്ടിപ്പോയി. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. കഷ്ടകാലത്തിന് ഫോണും രൂപയുമൊക്കെ രാജിയുടെ ബാഗിലായി പോയി. അരുണിമയാണെങ്കിൽ കയ്യിൽ ക്യാഷ് ഒന്നും എടുത്തിട്ടുമില്ല. ശോ, ആകെ കുടുങ്ങിയല്ലോ. അപ്പോഴേക്കും അയാൾ ബില്ല് കൊണ്ടുവന്നു. ടോട്ടൽ 450 രൂപ. അവൾ ദയനീയമായി അരുണിമയെ നോക്കി. ദീപേഷിന് അറിയാമായിരുന്നു അവൾ കയ്യിൽ പണം എടുത്തിട്ടില്ല. ആയതിനാൽ തൻ്റെ കാല് പിടിക്കാൻ വരുമെന്ന്. അവളുടെ വരവിനായി കലിപ്പൻ ഒരു പുഞ്ചിരിയൊക്കെ ചുണ്ടിൽ വിരിച്ച് നിന്നു. അരുണിമയുടെയും തൻ്റെയും ബില്ലടച്ചിട്ട് അവനൊരു സൈഡിലേക്ക് മാറി നിന്നു. നന്ദനയെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് പുച്ഛിച്ചിരിക്കാൻ തുടങ്ങി. നന്ദന പതുക്കെ എണീറ്റ് അവൻ്റെ നേരെ നടന്നു. അത് കണ്ട് ദീപേഷ് തിരിഞ്ഞെന്ന് ഊറി ചിരിച്ചു.
അവളിപ്പോൾ വന്ന് പറയും, അപ്പോൾ വേണം ഡിമാൻഡ് ഇറക്കാൻ എന്നൊക്കെ വിചാരിച്ച് നിന്നു. കുറച്ചു നേരമായിട്ട് അവളെ കാണാഞ്ഞിട്ട് അവനും തിരിഞ്ഞു നോക്കി. ബിൽഡിംഗ് സെക്ഷനിലെ പയ്യനോട് ഇന്ന് പഞ്ചാരടിക്കുന്ന നന്ദു. അത് കണ്ടപ്പോൾ അവൻ്റെ കിളി പോയി. ഒപ്പം നല്ല ദേഷ്യം വന്നു. കലിപ്പിൽ ദീപേഷ് അങ്ങോട്ട് നടന്നു. ദീപേഷ് വരുന്ന അരുണിമ കണ്ടു. അവൾ നന്ദനയോട് പറഞ്ഞു. അപ്പോഴേക്കും അവൾ അവളുടെ മോതിരം മൂരി ബില്ലിംഗ് സെക്ഷനിലെ ചെക്കനോട് പറഞ്ഞു, വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ പൈസ തരാം, അതുവരെ ഇത് പിടിച്ചോളൂ കേട്ടോ. അവൾ മോതിരം അവന് നേരെ നീട്ടി. പെട്ടെന്ന് കൈയോടെ അവളുടെ മോതിരം പിടിച്ചു വാങ്ങി ദീപേഷ്. ദേഷ്യത്തോടെ അവൾ അവനോട് പറഞ്ഞു, എൻ്റെ മോതിരം താൻ മര്യാദയ്ക്ക് ഇങ്ങ് തിരിച്ചാ. അവൾ പറഞ്ഞു വകവെക്കാതെ അവൻ ആ ബില്ല് കൊടുത്തിട്ട് രണ്ടാളോടും കൂടെ വരാൻ പറഞ്ഞ് മുന്നിൽ നടന്നു. മര്യാദക്ക് താൻ എൻ്റെ മോതിരം തരുന്നുണ്ടോ? അവൾ ക്ഷോഭത്തോടെ അവൻ്റെ മുന്നിൽ നിന്ന് ചോദിച്ചു. അവൻ കൈയും കെട്ടി നിന്ന് പറഞ്ഞു, പൊന്നുമോളാന്ന് നോക്കണ്ട, നിന്റെ ഉത്തരവാദിത്തം എനിക്കില്ലപ്പോൾ. അതുകൊണ്ട് വെറുതെ അങ്ങ് ബില്ല് സെറ്റിൽ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഈ റിങ് അവിടെ കൊടുത്താൽ ചിലപ്പോൾ നിനക്ക് അവൻ തിരിച്ചു തരില്ല. അതുകൊണ്ടാ ഞാൻ വാങ്ങിച്ചു വെച്ച്. നീ ക്യാഷ് തിരിച്ചു തരുമ്പോൾ ഇത് ഞാൻ തിരിച്ചാന്നോളാം. അതും പറഞ്ഞ് അവൻ ആ റിങ് എടുത്ത് അവൻ്റെ ചെറുവരിലേക്ക് ഇട്ടു. നീ തിരിച്ചിരുന്ന എനിക്കൊരു ഉറപ്പില്ല. നിന്നേക്കാൾ വിശ്വാസമാണ് എനിക്ക് ആ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന ചെക്കനെ, അവൾ എടുത്തടിച്ച് പറഞ്ഞു. ദീപേഷിന് ദേഷ്യം ഇരച്ചു കയറി. നിന്റെ അപ്പനെ പോയി വിളിക്കടി നീയെന്ന്. അതും പറഞ്ഞ് അവൻ അവളെ മറികടന്നു പോയി. അരുണിമ ചിരിക്കാൻ തുടങ്ങി. അവളെ കലിപ്പിച്ച് നോക്കി നന്ദു. എന്നിട്ട് അവൻ്റെ പുറകെ അവൾ നടന്നു. ഒപ്പം അരുണിമയും. ടാക്സി വിളിച്ച് മ്യൂസിയത്തിലെത്തി. അപ്പോഴൊന്നും നന്ദു അവനെ നോക്കിയില്ല. കാറിൽ ഇരുന്നപ്പോഴേക്ക് നന്ദുവിനെ ഇടം കണ്ടിട്ട് നോക്കുന്ന ദീപേഷിനെ അരുണിമ കണ്ടിരുന്നു. മ്യൂസിയത്തിലെത്തിയപ്പോൾ രാജിയെ കണ്ട് നന്ദു ആദ്യം ചോദിച്ച ക്യാഷായിരുന്നു. ബാഗിൽ നിന്ന് ക്യാഷ് എടുത്ത് അവൾ ദീപേഷിനെ നോക്കി നടന്നു. അപ്പോഴൊന്നും അവനെ കണ്ടില്ല. അവിടെ കാഴ്ചയൊക്കെ കണ്ട് അടുത്തുണ്ടായിരുന്ന ചെറിയ ചായക്കടയിൽ കയറി ചായ കുടിച്ചു. തിരിച്ചു വരാൻ ബസ്സിൽ കയറിയപ്പോൾ ആദ്യം തന്നെ മാന്യന്മാരായ 7 ബോയ്സും നേരത്തെ കയറി അടങ്ങിയൊതിയിരിക്കുന്ന അവൾ കണ്ടു. അവരറിഞ്ഞാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് ഇട്ടിട്ട് അപ്പോൾ ക്യാഷ് കൊടുക്കാമെന്ന് കരുതി. തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടും ദീപേഷ് ഫ്രീ ആയില്ല. ദീപു ഭക്ഷണം കഴിക്കാതിരുന്നതും കൂട്ടുകാരുടെ കൂടെയായിരുന്നു. എല്ലാവരും റൂമിലേക്ക് പോയി. ഏറ്റവും അവസാനം വരുന്ന ദീപുവിനെ കാത്ത് നന്ദു നിന്നു. ഒപ്പം അരുണിമയും. ദീപേഷിനെ കണ്ടതും ഇരയെ മുന്നിൽ കിട്ടിയ പുലിയെപ്പോലെ അവൾ അവൻ്റെ മുന്നിലേക്ക് ചാടി. ഒരു വഷളം ചിരിയോടെ അവനെ നോക്കി. നന്ദു ക്യാഷ് അവനെ നേരെ നീട്ടി പറഞ്ഞു, ഇന്നാ തന്നെ പൈസ, എൻ്റെ റിങ് ഊരിങ് താമോനെ. ദീപേഷ് ഒരു പുച്ഛച്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പോക്കറ്റിലിട്ട് പറഞ്ഞു, നീ എന്താടി പറഞ്ഞ്? നിനക്കെന്നെ വിശ്വാസമില്ലെന്നല്ലേ? ഞാൻ നിന്റെ റിങ് തരില്ല എന്ന് അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ, നിനക്കത് തരുന്നില്ലപ്പോൾ. ഇനി തരണോ വേണ്ടയെന്ന് ചേട്ടനൊന്ന് ആലോചിക്കട്ടെ. പറഞ്ഞു നിർത്തി നേരെ ദീപേഷ് അവൻ്റെ ഡോർമെറ്ററി റൂമിലേക്ക് നടന്നു. ഏയ്, താനിതെന്താ കാണിക്കുന്നത്? മോതിരം താടോ! നന്ദു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ അവൻ റൂമിലേക്ക് കയറി. നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം കാരണം അവൾ നിലത്ത് ആഞ്ചവിട്ടി തൻ്റെ റൂമിലേക്ക് കയറി. എല്ലാവരും കുളിയും ജപവുമൊക്കെ കഴിഞ്ഞ് കിടന്നു. ഉറങ്ങാതെ കിടക്കുന്ന നന്ദുവിനെ കണ്ട് അരുണിമ അവളോട് ചോദിച്ചു, എന്താണ് മോളെ, ഉറങ്ങാനൊന്നും ഉദ്ദേശമല്ലേ? സമയം 11 ആയല്ലോ. ഇല്ലടി, ഇന്നുകൂടി നമ്മളിവിടെയുള്ളൂ. നാളെ തിരിച്ചു പോവാം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ മോതിരം മരപ്പടിയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനെ കൊല്ലും. അതിലുപരി അവൻ്റെ മുന്നിൽ തോറ്റ പോലെ ആവും ഞാൻ. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ നീ? അവനോട് ചോദിച്ചോ പറഞ്ഞു കേട്ടല്ലോ. ഇനിയും കേൾക്കും. അത് നീ ഇനി പ്രതീക്ഷിക്കേണ്ട മോളെ. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാനൊരു ഭീരുവല്ല. ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്ത് മാർഗം? മോഷണം. ഞാൻ അവൻ്റെ റൂമിൽ കയറി അവൻ്റെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റും മോളെ. അതും ഇന്ന് തന്നെ. അല്ലെങ്കിൽ എൻ്റെ പേര് നന്ദന ബാലകൃഷ്ണൻ എന്നല്ല. അതും പറഞ്ഞ് ഒരു സ്കാർഫ് എടുത്ത് മുഖം മറിച്ച് നന്ദു ആരെയും ഉണർത്താതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ വായും പൊളിച്ച് അരുണിമ നിന്നു. പുറത്തിറങ്ങിയ നന്ദു ക്യാമറയിലേക്ക് നോക്കി. CCTV ക്യാമറ നൈറ്റ് വിഷൻ അല്ലെന്ന് നന്ദു നേരത്തെ ഉറപ്പിച്ചിരുന്നു. റിസോർട്ടുകാർ പേരിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണെന്ന് അവൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഓരോ കാലടികളും പതിയെ പതിയെ എടുത്തു വെച്ച് ശബ്ദമുണ്ടാക്കാതെ ഡോർമെറ്ററി റൂമിലേക്ക് അവൾ ചെന്നു. സൈഡിൽ ആരംഭിത്തി വഴി റൂമിൽ കയറാൻ വിചാരിച്ചപ്പോഴാണ് ആരും അവിടെ നിന്നും ഡോർ തുറന്നൊരു ബോട്ടിലുമായി ഇറങ്ങുന്നത് കണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.